ഒരു സൂപ്പർ ചിക്കൻ ബിരിയാണി റെസിപ്പി. ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 3 സവോള നേർത്തായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് അല്പം എണ്ണയും അതുപോലെ തന്നെ നെയ്യും ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്ത് കോരിയെടുക്കണം. ഇത് ദമ്മ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മസാല ഉണ്ടാക്കുമ്പോഴും നമുക്കിത് വേണം. നമ്മളിവിടെ ചിക്കൻ ബിരിയാണി വെക്കുന്നത് 1 കിലോ ചിക്കൻ്റെ ബിരിയാണിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ 1 കിലോ ചിക്കന് 1 കിലോ റൈസ് എടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജീരകശാലയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ കാഷ്നട്ടും അതുപോലെ തന്നെ മുന്തിരിയും എല്ലാം വറുത്ത് കോരി. അപ്പോൾ ഇതൊന്നും അധികം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള അരിയും ചെയ്യാം കേട്ടോ. ജീരകശാലയോ ഗന്ധകശാലയോ ആയിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഏത് എണ്ണ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആ അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് കോരി അതേ എണ്ണ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇനി അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് അരിഞ്ഞതും കൂടെ അരച്ചതും കൂടെ നന്നായിട്ട് ചേർത്ത് വഴറ്റിയെടുക്കുക. ആ പച്ചമണം മാറി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് സവോള ചേർക്കാം. ഞാനിവിടെ ഒരു 8 വലിയ സവോള ചെറുതായി അരിഞ്ഞ്, അതായത് സ്ലൈസ് ചെയ്തിട്ട് നേർത്തായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അത് കൈ കൊണ്ടൊന്ന് തിരുമ്മിയിടാമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് വഴന്ന് കിട്ടും. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുക. ഞാൻ ഓൾറെഡി ചിക്കനിൽ മഞ്ഞളും ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ചേർക്കാവുള്ളൂ. അത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് മഞ്ഞളും ഉപ്പും തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ചേർക്കുക. 1 കിലോ ചിക്കനുണ്ട്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അതിനകത്തേക്ക് ഒരു പിടി മല്ലിച്ചപ്പ് അരിഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ പകുതിയോളം തന്നെ ചേർക്കുക. അതുപോലെ നേരത്തെ വറുത്തെടുത്ത സവോളയിൽ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടില്ലേ, അതിൻ്റെയും പകുതി മുക്കാലോളം തന്നെ ഈ മസാലയ്ക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം, ഉപ്പൊക്കെ നോക്കിയെടുക്കണം കേട്ടോ. അപ്പം നമുക്കിവിടെ മസാല റെഡിയായി. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇതിനു വേണ്ടി പാൻ വെച്ച് ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച്, നെയ്യ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹോൾ സ്പൈസസ് ഇട്ട് കുറച്ച് ഓനിയനും കൂടെ ചേർത്ത് കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുന്ന അരിയും കൂടെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ വറുക്കുക. ഇനി 4 കപ്പ് അരിക്ക് ഞാൻ 8 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നല്ലോണം വെട്ടി തിളച്ച വെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരി വേവിച്ചെടുക്കുക. ഈ ചോറ് നമ്മൾ ദം ചെയ്തെടുക്കണം. അത് നമ്മുടെ മസാലയുടെ മുകളിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഗരം മസാല, മല്ലിയില ചേർത്ത് ചോറ് നിരത്തി അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഈ പറഞ്ഞ എല്ലാം കൂടെ നിരത്തി ദം ചെയ്തെടുക്കുക. ഒരു പാനിൽ പഴയ പാൻ എന്തെങ്കിലും ചൂടാകുമ്പോൾ അതിനോട്ട് മുകളിലേക്ക് വെച്ച് മുകളിൽ വെയിറ്റ് വെച്ച് ദം ചെയ്തെടുക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വിളമ്പി ചൂടോടെ ഉപയോഗിക്കാം. വളരെ ടേസ്റ്റിയാണ്. യു മസ്റ്റ് ട്രൈ. താങ്ക് യു.